ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ റെസിത്ത വാവയുടെ ഇല്ലൂസ് പിക്കിൾസിൻ്റെ 3 വെറൈറ്റി പിക്കിൾസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പിക്കിൾ ബീഫ് അച്ചാർ. അപ്പോൾ നമുക്ക് ബീഫ് അച്ചാർ ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യാനൊന്നുമില്ല, ഞാൻ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത് കണ്ടോ ഇത്രയായി. ഇതിങ്ങനെ ഹാർഡായിട്ടിരിക്കുന്നത് ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ച കാരണമാണ്. ഇത് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത കാരണം ചുമ്മാ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചു. ഇവിടെയാണെങ്കിൽ മുടിഞ്ഞ ചൂടാണ്, അപ്പം പുറത്ത് വെച്ച് കേടാവണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അത്യാവശ്യം എൻ്റെ വയലുവെള്ളം അത്യാവശ്യം നല്ല തിക്ക് ഗ്രേവിയുള്ള ഒരുപാട് പീസസ് അടങ്ങിയ ബീഫ് അച്ചാറാണ്. അപ്പോൾ നമുക്ക് ബീഫ് അച്ചാർ ടേസ്റ്റ് ചെയ്യാം. നല്ല പുളി, ഉപ്പ്, എരിവ് ഒക്കെ നന്നായിട്ടുണ്ട്. സൂപ്പർ. ആ ഒരു ചാറിന് തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്, പിന്നെ നന്നായിട്ട് പീസസും ഉണ്ട്. അപ്പോൾ ബീഫ് അച്ചാർ. അടുത്തത് നാരങ്ങ കാന്താരി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബീഫിനേക്കാളും ഒരു പൊടിക്ക് ഇത് കൂടുതൽ ഇഷ്ടമായി. ഒരു പക്ഷേ ബീഫ് ഇങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് കഴിച്ചിട്ട് ആ ഒരു ഇതാണെന്നറിയില്ല. ഇതിൽ കാന്താരി മുളക് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇത് കണ്ടോ, ഈ നാരങ്ങയും കാന്താരിയും ഒക്കെ കൂടി നന്നായിട്ട് ഇരുന്നിട്ട് ആ കാന്താരിയാണ് എടുത്ത് കഴിക്കേണ്ടത്. ഇത് കണ്ടോ, എൻ്റെ പൊന്നോ, പഞ്ചെന്ന് പറഞ്ഞിട്ടില്ല, അസാധ്യ പഞ്ച്. ശരിക്ക് മറ്റേ പറയുന്ന പോലെ ഇങ്ങനെയൊന്നും അല്ലടേ, ഇങ്ങനെയൊന്നുമല്ല ശരിക്ക് അച്ചാർ കഴിക്കേണ്ടത്. പക്ഷെ ഒരു രക്ഷയില്ല, ഈ കാന്താരി മുളക് ഇങ്ങനെ എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞിട്ടില്ല, സൂപ്പർ. അപ്പോൾ ഇല്ലൂസിൻ്റെ നാരങ്ങ കാന്താരി പൊളി എന്ന് പറഞ്ഞാൽ പൊളി. പഞ്ചോട് പഞ്ചെന്ന് പറഞ്ഞാൽ പഞ്ച്. കഞ്ഞിയുടെ കൂടെയൊക്കെ ഒരു ഇച്ചിരി ഇട്ടാൽ മതി, ആ നാവിനൊക്കെ ഒരു നല്ലൊരു എന്താ പറയുക ചൊടി കിട്ടും. സൂപ്പർ സാധനം കേട്ടോ, കഴിച്ച പോലെ ഇരിക്കും. അപ്പോൾ മൂന്നാമത്തെ അച്ചാർ പരിചയപ്പെടുത്താം. ശതാവരി അച്ചാർ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഇല്ലൂസിൻ്റെ പാക്കിങ് കാണിക്കാൻ വേണ്ടി ഞാനത് തുറക്കാണ്ട് വെച്ചേക്കായിരുന്നത്. കണ്ടോ, ഇങ്ങനെ എണ്ണ കണ്ടോ, ഇങ്ങനെ സീൽഡ് നല്ല പക്ക പാക്കിങ്ങിലാണ് നമ്മുടെ ഇല്ലൂസ് അച്ചാർ വരുന്നത്. തീരെ ലീക്കേജ് ഒന്നുമില്ല. കേട്ടോ, നല്ല ഫില്ലായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഈ സംഭവം ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ശതാവരി അതെന്താണെന്ന് തന്നെ എനിക്ക് വലിയ പിടിപാടില്ല. ശതാവരി ചെടി വല്ലതും ആയിരിക്കുമല്ലേ, ശതാവരി എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ശതാവരി. ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന സാധനമാണ്. ഒരു ചെറിയ മധുരം, ഒരു ചെറിയ ക്രഞ്ചിനെസ്. ഇതുപോലൊരു സാധനം ഞാൻ മുന്നേ കഴിച്ചിട്ടില്ല. കിടു. പൊന്നുമോളെ, ഇല്ലൂസെ പൊളിച്ചു, സോറി രസിത്തെ നീ പൊളിച്ചു. അസാധ്യ ടേസ്റ്റ്. അയ്യോ, എനിക്ക് തോന്നണേ മറ്റേതിനെയും കടത്തി വെട്ടിച്ചു. കൊള്ളാട്ടാ, ഈ സംഭവം എന്തായാലും പൊളിച്ചു. ശതാവരി അധികം ആളുകൾ കേൾക്കാൻ സാധ്യതയില്ലാത്ത സംഭവമാണ്. ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അസാധ്യ ടേസ്റ്റ്. നമ്മുടെ നെല്ലിക്കയുടെ അത്രയും ഹാർഡല്ല, എന്നാൽ ക്രഞ്ചിയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇല്ലൂസിൻ്റെ 3 അച്ചാറുകളാണ് ഞാനിന്ന് പരിചയപ്പെടുത്തിയത്. ഒന്ന് നമ്മുടെ ബീഫ് അച്ചാർ, പിന്നെ നമ്മുടെ നാരങ്ങ കാന്താരി, പിന്നെ ശതാവരി. അപ്പം 3ഉം നിങ്ങൾ ട്രൈ ചെയ്തു. ശതാവരി ഇതുവരെ ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. ഇത് എനിക്ക് തോന്നുന്നു പിന്നെയും ബീഫും നാരങ്ങ ഇതൊക്കെ പിന്നെയും ആളുകൾ ചെയ്ത് കാണുന്നുണ്ടാവും. ശതാവരി ഞാൻ ഇതുവരെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യൂ. അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.